ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 25 ആണ്. നമ്മൾ 25 ഡേ ചലഞ്ച് ഇന്ന് എൻഡ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നതും അതുപോലെ ഇതുവരെയുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് റിക്വസ്റ്റഡ് ആണ്. ഞാൻ അമ്മയെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടപ്പം ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് കമൻറ്റിലും DM-ലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെക്കുറിച്ചും കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മുടെ ഡേ ചലഞ്ച് എൻഡ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഈ ഒരു റിക്വസ്റ്റ് കാര്യം കൊണ്ടും ഞാനിന്ന് അച്ഛൻ എന്നൊരു ടോപ്പിക് എൻ്റെ അച്ഛനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എത്ര ലെങ്ത് പോകുമെന്ന് എനിക്കറിയത്തില്ല, കാര്യം എനിക്ക് അച്ഛനെക്കുറിച്ച് അത്രയോളം പറയാനുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. എൻ്റെ അച്ഛൻ്റെ പേര് സജിമോൻ MK എന്നാണ്. ആളൊരു ബാറിൻ്റെയും ഹോട്ടലിൻ്റെയും കൂടെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ അതേ വൈബ് തന്നെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഐറ്റാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ആളുടെ അടുത്താണ് ഞാൻ കൂടുതൽ കംഫർട്ട്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണേലും വഴക്കുണ്ടാക്കാനാണേലും പിണങ്ങിയിരിക്കാനാണേലും എല്ലാത്തിനും ഞാൻ അച്ഛൻ്റെ കൂടെയാണ് കൂട്ട്. ഈ പെൺകുട്ടികൾക്ക് പൊതുവെ അച്ഛനോടാണ് സ്നേഹം കൂടുതലെന്ന് പറയാറില്ലേ, അതൊരു 90% ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അതുപോലെ എൻ്റെ ഫ്രണ്ട്സും അവർക്കെല്ലാവർക്കും ഈ പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അച്ഛൻ്റെ അടുത്താണ് കൂടുതലൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പം അച്ഛൻ എൻ്റെ സത്യം പറഞ്ഞ ഒരു ഹീറോ ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. അപ്പം ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും നടത്തി തരും. ഇപ്പം ഞാനൊരു പേന മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അച്ഛൻ വൈകിട്ട് വരുമ്പോഴത്തേനും ഒരു പാക്കറ്റ് പേനയായിട്ടായിരിക്കും വരിക. അതേപോലെ എന്താ പറയുക, ഒരു ബുക്ക് മേടിച്ചിട്ട് വരാം, മിനിമം ഒരു 3 ബുക്കേലും ഉണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് പറയുന്നോ അതൊക്കെ ആൾ ചെയ്തു തരും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇത് ഭയങ്കര മാജിക് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ മാഗസിനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ വനിത ഇതൊക്കെ ഇങ്ങനെ വെറുതെ മറച്ചു നോക്കും. എന്നിട്ട് മറച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ഞാനിങ്ങനെ വെറുതെ ആഗ്രഹിക്കും. അന്ന് വൈകിട്ട് ആ സാധനം അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും. ഈവൻ വെറുതെ ഇരിക്കുമ്പം ഇന്ന് വൈകിട്ട് പഴംപൊരി കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉണ്ടാവത്തുള്ളായിരിക്കും. പക്ഷെ കറക്റ്റായിട്ട് അച്ഛൻ അത് കൊണ്ടുവരും. എന്തോ ഒരു മാജിക് ഒക്കെ ആയിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പലപ്പോഴും. കാര്യം എന്തും പറഞ്ഞാലും അതെനിക്ക് അപ്പം തന്നെ കിട്ടും. അത് വാശി പിടിക്കേണ്ട വഴക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അച്ഛൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ലാത്തൊരു സമയമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആളുടെ കയ്യിൽ അപ്പം ഇല്ലായിരിക്കും. പക്ഷെ എപ്പോൾ പൈസ കിട്ടുന്നു അപ്പം എനിക്ക് ആ സാധനം മേടിച്ചു തരും. ഒരു 2 ദിവസം വൈകിയാലും ആളത് ഓർത്തിരിക്കും. എന്നിട്ട് എനിക്ക് ആ സാധനം കൊണ്ടുതരും. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണോ എനിക്ക് അച്ഛൻ്റെ അടുത്താണ് ഭയങ്കര കമ്പനി. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പം ചിലപ്പോൾ അമ്മ ഇടയ്ക്ക് പറയും നിങ്ങൾ രണ്ടും ഒരു ടീം, എന്നെ മാറ്റി നിർത്തിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷേ എന്തോ ഒരു ബോണ്ടുണ്ട്. എന്തൊരു കാര്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാലും അച്ഛൻ ഓക്കെ അല്ലെങ്കിൽ യെസ്, ഇതായിരിക്കും അച്ഛൻ്റെ മറുപടി. അപ്പം അമ്മ എപ്പോഴും പറയും നിൻ്റെ എല്ലാ കുരുത്തക്കേടിനും അച്ഛൻ കൂട്ടി നിൽക്കുന്നതുകൊണ്ടാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് എന്ത് കാര്യത്തിനും എവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നാലും അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനുണ്ട്, അങ്ങനൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അച്ഛൻ പൊതുവേ അങ്ങനെ എന്താ പറയുക ഭയങ്കര പ്രകടിപ്പിക്കുന്ന ടൈപ്പൊന്നുമല്ല. പക്ഷേ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ റീൽസ് എടുക്കാനാണെങ്കിൽ പോലും ആളുണ്ട്, ആളെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ പുറത്ത് പോകണം അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാം, നമുക്ക് ഇന്നോസ് സിനിമയ്ക്ക് പോകാം, പോയേക്കാം, അത്രേ ഉള്ളൂ ആറ്റിറ്റ്യൂഡ്. അപ്പം എനിക്ക് ചെറുതിലെ തൊട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി ഞാനൊരു നല്ലൊരു സ്റ്റേബിൾ രീതിയിലാകുമ്പോൾ ആളുടെ ആഗ്രഹങ്ങളെല്ലാം എന്തും ആയിക്കോട്ടെ എല്ലാം എനിക്ക് നടത്തി കൊടുക്കണമെന്ന്. അത് ഞാൻ പതിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്. ഞാൻ 10th വരെ CBSE പഠിച്ചത്. അപ്പം CBSE പഠിച്ച സമയത്ത് അവിടുത്തെ ഫീസ്, ഹോസ്റ്റലിൽ നിന്ന സമയത്ത് അവിടുത്തെ ഫീസ്, എനിക്ക് ഒരു ഫീസിൻ്റെ ഒരു മുടക്കം വന്നിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ വേണേൽ പറയാം. ഞാൻ അറിഞ്ഞിട്ടില്ല ഓരോ ഫീസും എൻ്റെ അക്കൗണ്ടിൽ വരിക, അല്ലെങ്കിൽ അവിടെ സ്കൂളിലാണെങ്കിലും പഠിക്കുന്ന ഹോസ്റ്റലിലാണെങ്കിലും കോളേജിലാണെങ്കിലും എല്ലായിടത്തും കൊടുക്കുകയൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കി, ഇതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടു, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അതേപോലെ ഇപ്പം ഉത്സവമൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, ഇന്ന സാധനം മാല, വള, കമ്മൽ, ഇത് ചപ്പ് കുറേ സാധനങ്ങൾ, അനാവശ്യമായിട്ടും ആവശ്യമായിട്ട് കുറേ സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കും എനിക്ക് ഉത്സവത്തിന് മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോകും. കാര്യം അച്ഛൻ്റെ കൂടെ പോയാലേ ഇതൊക്കെ മേടിച്ചു തരത്തുള്ളൂ.
അപ്പോൾ ഇതുമായിട്ട് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ എനിക്ക് അച്ഛൻ മേടിച്ച് തരും. എന്നിട്ട് എത്രയെണ്ണ ഞാൻ അവിടെ ഇവിടെ ഒരു ദിവസമൊക്കെ ആയിരിക്കും ചിലതൊക്കെ ഇടുന്നത്, അല്ലെ അതവിടെ കളയും. പക്ഷേ എന്നാൽ പോലും അത് അച്ഛനും അറിയാം 2 ദിവസത്തേക്കേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇതെന്ന്. അത് കഴിഞ്ഞാലും അച്ഛൻ എനിക്ക് മേടിച്ച് തരും. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വേറെ എന്തും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അച്ഛനെക്കുറിച്ച് ഒരാൾ കുറ്റം പറയുമോ, അച്ഛനെക്കുറിച്ച് അതിപ്പോൾ ബന്ധുക്കളിലാണേലും ഫ്രണ്ട്സ് ആണേലും അച്ഛനെക്കുറിച്ച് ഒരാൾ മോശം പറയുമോ, അല്ല അച്ഛനെ വിളിക്കുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സെറ്റ് ഉണ്ടായാൽ ഞാൻ മഹാലമ്പായിരിക്കും. എന്നു വെച്ചാൽ ഞാൻ നല്ല രീതിക്ക് പ്രതികരിക്കും ആ ഒരു സമയത്ത്. അതാരാണേലും, അതിപ്പോൾ മുതിർന്നതാണോ ഇളയതാണോ അതൊന്നും ഞാൻ നോക്കത്തില്ല. അച്ഛൻ്റെ പേര് നെഗറ്റീവായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് എന്താ പറയുക നല്ല രീതിയിൽ സംസാരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാര്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ അച്ഛൻ്റെ അടുത്ത് എത്തുമ്പോഴും അച്ഛൻ കാണുമ്പോഴും അച്ഛൻ്റെ മുഖത്തൊരു ചിരി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാര്യം ആളങ്ങനെയാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പം ചെറിയ അമ്മയെ പറയാറുള്ളൊരു സാധനമുണ്ട്, അച്ഛൻ്റെ എല്ലാ കുരുത്തക്കേടുകളും അതേ സ്വഭാവം കിട്ടിയിട്ടുണ്ടെന്ന്. ഒരു പരിധി വരേക്കും അത് സത്യമാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ അടിച്ചുപൊളിയും പരിപാടിയും പാട്ടും ഡാൻസും ബഹളവും അങ്ങനെയൊക്കെയാണ്. അച്ഛൻ കാണിക്കുന്ന ചെറിയ ചെറിയ കുരുത്തക്കേട് ഞാനും സപ്പോർട്ട് ചെയ്യാറുണ്ട്, എൻ്റെ കുരുത്തക്കേട് അച്ഛനും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ നേച്ചർ ഒരേപോലെയാണ്. എല്ലാ കളത്തരങ്ങളും എല്ലാ അങ്ങനത്തെ അലിക്കുലുക്ക് കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരുമിച്ചാണ്. അപ്പം അമ്മ എപ്പോഴും ഇതിനെതിരെ പറയും, നിങ്ങളാണ് ഇങ്ങനെ ഈ കൊച്ചിനെയും കൂടെ ഇതാക്കുന്നതെന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കും. പക്ഷെ ഒരു പരിധി വരേക്കും അത് സത്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്ന ആ ഒരു വാക്കി തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ ശരിയാക്കി തരും, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ആണത്. കാര്യം ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ എന്നെ നോക്കാൻ ഒരാളുണ്ട്, വേറെ ആരും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും ഈ ഒരു അവസരത്തിൽ. കാര്യം സപ്പോർട്ടിന് നമുക്ക് ആളുണ്ട്, അല്ലേ നമ്മളെ ഒന്ന് താങ്ങാൻ ആളുണ്ടെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അതുപോലെ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് ആയിട്ട് വരുമ്പോഴത്തേനും എത്ര മാർക്ക് കിട്ടി വന്നാലും അമ്മ ആദ്യം ചോദിക്കും, ആ കുട്ടിക്ക് എത്രയുണ്ട്, ഈ കുട്ടിക്ക് എത്രയുണ്ടെന്നുള്ളൊരു സംസാരം വരും. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത്, അച്ഛൻ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് കേട്ടോ, ആഹാ അത്ര ഉണ്ടോ, കൊള്ളാലോ. അതേപോലെ ഞാൻ എന്ത് ഭക്ഷണം, ചിലപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, എനിക്ക് ചില പരീക്ഷണങ്ങളുടെ സ്വഭാവമുണ്ട്. ഇടയ്ക്ക് അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ പരീക്ഷിക്കും. ചിലതൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട്. ഞാൻ എത്ര മോശമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അച്ഛൻ കഴിച്ചിട്ട് അടിപൊളിയാന്ന് പറയും. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ കഴിക്കത്തും കൂടെ ഇല്ല, അമ്മ പറഞ്ഞു അമ്മ വേണ്ടാന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല, ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അച്ഛൻ അത് നല്ലതെന്ന് പറയും. അതേപോലെ എന്താ ഈ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ചിലതൊന്നും എനിക്ക് പോലും ഇഷ്ടപ്പെടില്ല. അച്ഛൻ കാണുമ്പോൾ അച്ഛൻ പറയും ഓക്കെ അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ലെ ഞാൻ എടുത്ത ആ എഫോർട്ടിനെ ആ മനുഷ്യൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും കയറി സംസാരിക്കുന്നതായിക്കോട്ടെ, ഈവൻ ഒരു വീഡിയോ, ഒരു റീലായിക്കോട്ടെ, അതിന് പോലും ആളുടെ അടുത്തുനിന്ന് നല്ല അഭിപ്രായമായിരിക്കും എപ്പോഴും വരുന്നുണ്ടാവുക. അല്ലെ ഇതെങ്ങനെയുണ്ട് അച്ഛാ, ഇത് ചെയ്തോ, കൊള്ളാം നന്നായിട്ടുണ്ട്, അല്ലെ പറഞ്ഞു തരും ഇതിങ്ങനെയും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും, ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു തരും. അതുപോലെ നമ്മൾ വഴക്കിട്ട് കഴിഞ്ഞാൽ എനിക്ക് അമ്മയോട് പിണങ്ങിയിരിക്കാൻ ഒരു കുഴപ്പമില്ല. അമ്മയോട് എനിക്ക് എത്ര നാൾ വേണമെങ്കിലും പിണങ്ങിയിരിക്കാം. പക്ഷെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് അധികം നേരം പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് സങ്കടം വരും. ഞങ്ങളങ്ങനെ പിണങ്ങിയിരിക്കാറുമില്ല കേട്ടോ. പക്ഷെ അടി ഉണ്ടാക്കാറുണ്ട്, തല്ല് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ തല്ല് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അമ്മ തല്ലിയ അത്രയ്ക്ക് ഫീലിങ്സ് വരത്തില്ല. പക്ഷെ അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു തല്ല് കിട്ടുമോ, ഒരു വഴക്ക് പറയലോ, അല്ലെ പിണങ്ങിയിരിക്കാനാണ് ഒട്ടും സഹിക്കാത്തത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടമാവും. അതേപോലെ അച്ഛനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ സത്യം പറഞ്ഞാൽ അധികം ഒന്നും അറിയിക്കാതെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. പൈസയുടെ ബുദ്ധിമുട്ടാണേലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ സംസാരമൊക്കെ ഉണ്ടാവും, അവിടെ ഞാൻ കേട്ടിരിക്കും എന്നുള്ളതല്ലാതെ ഇന്ന് വരെ എൻ്റെ അടുത്ത് എനിക്ക് അവിടെ പോകാൻ നിനക്ക് തന്നിടാൻ പൈസയില്ല ഇങ്ങനെയുള്ള രീതിയിൽ അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ലീവിന് വീട്ടിൽ വരുമ്പോഴത്തേനും അച്ഛൻ്റെ പേഴ്സ് ഇത് അത്ര ഉയർത്തറിയിരിക്കുന്നത്. കാര്യം അവിടെ നിന്ന് കിട്ടുന്ന പൈസയും കാര്യങ്ങളും എല്ലാം അതുകൊണ്ടൊന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ച് ഓരോ പൈസ അവിടെ എവിടെയും കൊടുത്ത് അമ്മയുടെ കയ്യിലും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ആൾ ഒന്നും ഇല്ലാണ്ടായിരിക്കും തിരിച്ചു പോണേ. പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരേക്കും ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ജോലിക്ക് പോയി അല്ലെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ദൈവം ഇനി അടുത്ത മാസത്തേക്കുള്ള ഈ ഒരു കാര്യത്തിന് എന്ത് ചെയ്യും, അല്ലെ ആ റെൻറ്റിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ അച്ഛൻ ഇന്ന് വരെ ഇപ്പം
ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പൈസയ്ക്ക് ഷോർട്ടേജ് വന്നാൽ എനിക്ക് ഉറപ്പായിട്ടും തരാൻ അച്ഛനും അമ്മയും ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ആലോചിക്കുകയാണ്, അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് വരുമ്പോൾ ആരാ അച്ഛന് കൊടുക്കുക? അതേപോലെ എനിക്കിപ്പം വിഷു കൈ നീട്ടമാണെങ്കിലും, ഏപ്രിലിന് വിഷു കൈ നീട്ടമാണെങ്കിലും, അതേപോലെ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് ഫ്രണ്ട് ആണെങ്കിലും, ഓണത്തിന് ഓണക്കോടിയായിട്ടും അങ്ങനെ പല രീതിയിൽ ഗിഫ്റ്റ് കിട്ടും. അമ്മയ്ക്കാണെങ്കിലും അമ്മയുടെ സ്കൂളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ഫ്രണ്ട് ഇടുന്നുണ്ട്, അപ്പം അങ്ങനെ ഗിഫ്റ്റ് കിട്ടും. അതുപോലെ സ്കൂളിലെ അല്ലറ ചില്ലറ പരിപാടിക്ക് ഉള്ളതുണ്ട്. അതേപോലെ ഇപ്പം വിഷുവിൻ്റെ ആണെങ്കിലും വിഷു കൈ നീട്ടമാണെങ്കിലും ഓണക്കോടി ആണെങ്കിലും ഒന്നെങ്കിൽ അച്ഛൻ മേടിച്ച് കൊടുക്കാനുണ്ട്, ഇല്ലെങ്കിൽ അമ്മ ഇളയ കുട്ടിയായതുകൊണ്ട് അമ്മയുടെ ചേച്ചിമാർ ആരെങ്കിലും ഒക്കെ കൊടുക്കാനുണ്ട്. അച്ഛന് പക്ഷെ അങ്ങനെ ആരുമില്ല, ആരും ഒന്നും അങ്ങോട്ട് കൊടുക്കാനില്ല. അച്ഛന് അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ലാതെ അച്ഛന് വേണ്ടിയിട്ട് ചെയ്യാൻ ആരുമില്ല. ഞാനത് ആലോചിച്ചപ്പോൾ ഇന്ന് വരെ ആ മനുഷ്യൻ ഇതിൻ്റെ പേരിൽ പരാതിപ്പെടുന്ന കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആരും ഒന്നും മേടിച്ചു തന്നിട്ടില്ലെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഒരു കാര്യത്തിൻ്റെ പേരിലും പരാതിപ്പെട്ടോ അങ്ങനെയൊന്നും ഇരിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒന്നും ഇന്നേ വരെ എന്താ പറയുക ആൾ കാണിച്ചിട്ടില്ല മുഖത്ത്. എല്ലാം ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഇന്ന് വരേക്കും ഒരു കാര്യത്തിലും മുഖം കറുപ്പിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ. ഞാൻ ഒന്നും കൂടെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ മനുഷ്യന് കൊടുക്കാൻ പറ്റാവുന്നതിൽ ദ ബെസ്റ്റ് എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് എത്രയൊക്കെ ആണല്ലോ, അതിന് എന്ത് വില വന്നാലും. ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്ത് ചെയ്യാനാണെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തയിൽ വരും. അന്ന് ആ മനുഷ്യൻ കൊണ്ട വെയിലിൻ്റെ തണലാണ് ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്നത്. അതുപോലെ ആ വിയർപ്പിനും സ്നേഹത്തിൻ്റെ വിലയുണ്ടെന്ന് പഠിപ്പിച്ചൊരു മനുഷ്യനാണ്. ചിലപ്പോൾ ഒക്കെ ചിറക് തളരുമ്പോൾ അല്ലെങ്കിൽ എല്ലാം മതിയായെന്ന് തോന്നുമ്പോൾ, തളർന്ന് വീഴുമ്പോൾ പണ്ട് ഞാൻ മുന്നോട്ട് കൈപിടിച്ച് നടന്ന ആ കരങ്ങളെ ഇപ്പോഴും അവിടെ താങ്ങായിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് അതെന്നും എപ്പോഴും ഉണ്ടാവും. ചിരിക്കാനും സ്വപ്നം കാണാനും അതേപോലെ കഷ്ടപ്പാട് വന്നാലും എന്ത് വന്നാലും തളരാതെ പിടിച്ചു നിൽക്കാൻ എന്നെ പഠിപ്പിച്ചത് അച്ഛനാണ്. അപ്പോൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതേ അച്ഛൻ്റെ രാജകുമാരിയായിട്ട് ജനിക്കാനാണ് എനിക്കിനി ഇഷ്ടം. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് നന്ദി. കരള് പങ്കിട്ട് തന്നതിനും ഒരുപാട് സ്നേഹിച്ചതിനും ലവ് യു സോ മച്ച്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഇന്ന് നമ്മുടെ 25 ഡേ ചലഞ്ച് എൻഡ് ചെയ്യാണ്. ഇനി പുതിയ ചലഞ്ചസുമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.